അമ്മ, അച്ഛന് വേണ്ടി ഓർഡർ ചെയ്ത ഗിഫ്റ്റ് എപ്പോ വരും? ഇന്നലെ വരുമെന്നാ പറഞ്ഞേ. ഇനിയിപ്പോ ഇന്ന് വരുമായിരിക്കും. എന്താ ഓർഡർ ചെയ്തേ? അതൊക്കെ ഉണ്ട്. എന്റെ അടുത്ത് പറയത്തില്ല? ഇങ്ങ് വാ പറയാം. പറയുന്നേ. ഒരു വാച്ച് ആടി ഓർഡർ ചെയ്തേ. വാച്ചോ? ആ വാച്ച്. എനിക്കൊരു വാച്ച് വേണമെന്ന് പറഞ്ഞ് ഞാൻ എത്ര ദിവസം പുറകെ നടന്നിട്ടുണ്ട്, എന്നിട്ട് എനിക്ക് വാച്ചില്ല. വെഡിങ് ആനിവേഴ്സറി ആയപ്പോ പ്രിയ ഭർത്താവിന് വാച്ചോ? കൊള്ളാം. നിന്റെ ബർത്ത്ഡേ ആയിട്ടെ നിനക്ക് വാങ്ങിച്ചു തരാം. കൊള്ളാല. എന്നെ അങ്ങ് സൈഡാക്കാൻ നോക്കിയോ? നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. നാണം. ഈ വാച്ച് കിട്ടുമ്പോൾ അച്ഛന്റെ എക്സ്പ്രഷനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. ഈ വാച്ച് കിട്ടുമ്പോൾ അച്ഛൻ എന്ത് ചെയ്യുമെന്നറിയോ? ആദ്യം ബോക്സ് കയ്യിലിങ്ങനെ എടുക്കും, എന്നിട്ട് റൊമാൻറ്റിക് ആയിട്ടൊരു നോട്ടമുണ്ട്, എന്നിട്ട് 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 ആ കൊമ്പ മീശ ഒന്നങ്ങ് വിരിക്കും, എന്നിട്ട് കള്ള ചിരിച്ചിരിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് ആലോചിക്കും അവൾക്ക് എങ്ങനെ അറിയാം എനിക്ക് ഇഷ്ടപ്പെട്ടത് വാച്ചാണെന്ന് എന്നാലോചിക്കും. അങ്ങനെയാണ് സ്നേഹമുള്ള ഭാര്യമാര്. ഓ എനിക്ക് വയ്യ, നാണം തന്നെ. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് ഈ കവളത്ത് വന്നിട്ട് പഞ്ചാര ഉമ്മ തരും. പെണ്ണെ. ബെല്ലടിച്ചു ആരോ? നീ ഇത് നോക്ക്, ഞാൻ ആരാ വന്നു. കൊള്ളാം. അതും ഇപ്പൊ എന്റെ തലയിലായോ? ഇപ്പൊ ഈ വീട്ടിൽ വന്ന എല്ലാ കാര്യം എന്നെ കൊണ്ടാ ചെയ്യിപ്പിക്കുന്നേ. നടക്കട്ടെ നടക്കട്ടെ. ചേച്ചിയുടെ ഗിഫ്റ്റ്. താങ്ക് യു. എത്രയായി? 4000. ആ, ക്രിസ്മസ് ഒക്കെ അല്ലേ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുറച്ച് ചോക്ലേറ്റ്സ് എടുക്കട്ടെ? ദാ വരുന്ന്. വരുവാന്നല്ലേ പറഞ്ഞേ. ഇതാ മോനെ, എങ്ങനെയുണ്ട്? എത്ര നേരമായി വിളിക്കുന്നു? ഞാൻ വിളി കേട്ടായിരുന്നല്ലോ. എവിടാ? ഡെലിവറി ബോയ് സാധനം കൊണ്ടുവന്ന്. നീ എന്ത് ഇവരോട് സംസാരിച്ചോണ്ടിരിക്കുന്ന? പിന്നെ വീട്ടിൽ വരുന്ന ഒരാളോട് എനിക്ക് സംസാരിച്ചൂടെ? പറ്റത്തില്ല. അതിവിടെ പറ്റത്തില്ല. ഞാൻ സംസാരിക്കും. അതൊക്കെ നിന്റെ വീട്ടിൽ പോയി കാണിച്ചാ നീ. ഇത് എന്റെ വീടൊക്കെ തന്നെ. തർക്കത്തിന് പോയി. ഇയാളെന്തോ കാണിക്കുന്ന സ്ത്രീകളെ മേത്ത് കഴിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞൂടെ? അറിയാം. നീ ഏതാ ചോദിക്കാൻ? കുടിച്ചത് വയറ്റി കിടക്കണം. നാണോ ഇല്ല 25ാമത്തെ വെഡിങ് ആനിവേഴ്സറി കുടിച്ചിട്ട് വരാൻ? എന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ. അയ്യോ എന്റെ കുഞ്ഞ്. മോളോട് അമ്മ ഫുഡ് എടുത്തോണ്ട് വരാം. അമ്മ എന്നെ ഒന്ന് കിച്ചണിൽ ഹെൽപ്പ് ചെയ്യോ? നീ ഇതൊന്ന് മാനേജ് ചെയ്തു. എനിക്ക് കുഞ്ഞിന് ഫുഡ് കൊടുക്കണം. അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, ഒത്തിരി കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. മാനേജ് ചെയ്തേ. അമ്മ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ കിച്ചണില്. മോള് കഴിച്ചു. അമ്മ ഒന്നെ ഹെൽപ്പ് ചെയ്യൂ. എന്തോരം ഫുഡ് ഉണ്ടാക്കാനുണ്ട്, എത്ര പേർക്ക് ഫുഡ് ഉണ്ടാക്കാനുണ്ട്. ഇന്നത്തേക്ക് നീ അതൊന്ന് മാനേജ് ചെയ്യാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞേ. അമ്മ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല, അത്രയും ഫുഡ് ഉണ്ടാക്കണ്ടേ. ഞാൻ ഇവക്ക് ഫുഡ് കൊടുത്തിട്ട് അങ്ങോട്ട് വരാന്ന് പറഞ്ഞല്ലേ. എല്ലാവർക്കും ഇവളെ മാത്രമേ കാണോ? എന്താ ഇങ്ങനെ കാണിക്കുന്നേ? എനിക്ക് എന്റെ 3 മക്കൾ ഒരുപോലെ, അല്ലാതെ ഓരോരുത്തരും പാർഷ്യാലിറ്റി ഇല്ല എനിക്ക്. പക്ഷെ ഇപ്പൊ കാണിക്കുന്നത് പാർഷ്യാലിറ്റി അല്ലേ? അല്ല. അവളുടെ അടുത്ത് മാത്രം ഓവർ കെയർ കൊടുക്കുന്ന എന്തിനാ? ഇങ്ങനെ അതിന്റെ ആവശ്യമില്ല. അവള് വയ്യാത്ത കുട്ടിയല്ലേ, അവളെ നമ്മള് വേണ്ടേ ഗീതു നോക്കാൻ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇപ്പൊ വയ്യാത്ത കുട്ടിയാണെ കൊണ്ട് ഓർഫനേജിലാക്കണം. നീ എന്തൊക്കെയാ ഗീതു പറയുന്നത്? ഇവിടെ വയ്യാത്ത കുട്ടിയാണ്, നമ്മളല്ലേ ഇവളെ നോക്കണ്ടേ? അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ വെക്കണം. ജോലിക്കാരന്റെ പോലെ എന്നെ പോലെ നോക്കുവോ എന്റെ കുഞ്ഞിനെ? അമ്മയ്ക്ക് അല്ലേലും എന്റെ അടുത്ത് ഇങ്ങനെയാ. എന്റെ കാര്യം പറയുമ്പോ എപ്പോഴും ഇങ്ങനെയാ അമ്മ കാണിക്കുന്നത്. നീ ഓരോ ചിന്തിച്ചു കൂട്ടുവാ ഗീതു. ഇതൊക്കെ ചിന്തിച്ചു കൂട്ടുന്നതല്ല, ഇതാണ് സത്യം. അല്ല, ഇവള് വന്ന അന്ന് മുതൽ തുടങ്ങിയതാ ഇത്. ഇതൊക്കെ നിന്റെ ചിന്താഗതിയുടെ പ്രശ്നമാണ് ഗീതു. അല്ലെങ്കിൽ ആർക്കും എന്നെ വേണ്ട, ഞാൻ പോവാ. ആ മോനെ, നീ നേരത്തെ വന്നോ? നിങ്ങളുടെ 25ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണെന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി. ആ, നീ വന്നത് എന്തായാലും നന്നായി. നീ കുഞ്ഞിന് കുറച്ച് ഫുഡ് കൊടുക്ക്. ഞാൻ അടുക്കള, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ആ, ഇനി നീ പൊക്കോ, ഞാൻ നോക്കോളാം. ഓ ശരി. ചേട്ടാ, എനിക്ക് ഇന്നലെ ഫോണിൽ സിനിമ കേട്ടി തരാന്നല്ലേ പറഞ്ഞേ, ഒന്ന് കേട്ടി തരോ? ഞാനിവിടെ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന കണ്ടില്ലേ, നീ ഒന്ന് വെയിറ്റ് ചെയ്യും. ഓ, ഇപ്പൊ ചേട്ടനും അവളുടെ സൈഡായോ? എടി, ഞാൻ കുഞ്ഞിന് ഫുഡ് കൊടുക്കുമല്ലേ, നീ ഒന്ന് അടങ്ങ്. അല്ലെങ്കിലും ആർക്കും എന്നെ വേണ്ട, ഞാൻ പോവാ. ഹലോ, നിങ്ങൾക്ക് എവിടാ? ഞാൻ കവലയിലെത്തി. ഇങ്ങ വാ, ഞങ്ങൾ നിങ്ങളുടെ സ്ഥിരം സ്പോട്ടിലുണ്ട്. എവിടെയാ? ഇങ്ങ് വാ, ഇവിടെ ഉണ്ട് ഞങ്ങള്. എവിടെ? ഞാൻ കണ്ടില്ല. നോക്ക്, ഇവിടെ നോക്ക്. അതെ കണ്ടു. എന്തേ വരുവാ? ആ, എന്ത് പറ്റി ഈ വഴിക്കൊക്കെ? അല്ലേ ഒന്നും പറയണ്ട, വീട്ടില് ഫുള്ള് പ്രശ്നാ. അവളെ കാരണം ജീവിക്കാൻ വയ്യ എനിക്ക്. ആ കുരുപ്പിനെ കുറിച്ചാണോ നീ പറയുന്നത്? ആ, അത് തന്നെ. നീ വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അവളെ കാരണം ഒരു നിവർത്തിയില്ല. അവള് ജനിച്ചതിന് ശേഷം ആർക്കും എൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. ചേട്ടനും ഞാനും ഭയങ്കര കാര്യമായിരുന്നു, പക്ഷെ അവള് വന്നതോടെ അതൊക്കെ നശിച്ചു. എടി, നീ അവളെ കൊന്നുകളയടി. കൊന്നുകളയാനോ? നീ വിഷമിക്കണ്ട, ഞാൻ നിനക്കൊരു സാധനം തരാം.
ഇത് വെച്ച് നോക്കുക, അപ്പൊ നിനക്ക് നല്ല മാറ്റം ഉണ്ടാവും. എന്ത് സാധനം? അതങ്ങ് കൊടുത്തേരെ. എന്താ ഇത്? ഇത് നീ ഒന്ന് ഉപയോഗിച്ച് നോക്ക്, നിനക്ക് സ്വർഗം കാണാം. പിന്നെ നിന്റെ ലൈഫിൽ ഡിപ്രഷൻ ഇല്ല. സ്വർഗോ? പിന്നെ ഇത് സ്വർഗം നിനക്ക് പിന്നെ നീ പിന്നെ അങ്ങ് ഏറലായിരിക്കും കുട്ടി. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്ക്. ഇതെന്താ സംഭവം? നീ ട്രൈ ചെയ്യ്, നിനക്ക് അതിന്റെ ഫീല് മനസ്സിലാവും. പക്ഷെ ഇതൊക്കെ ദോഷമല്ലേ? ഇതൊക്കെ ചീത്ത സാധനങ്ങളല്ലേ? നിനക്ക് വെറുതെ തോന്നിയാ. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്താലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ. എന്നാലും ഇപ്പൊ നീ ഇതുകൊണ്ട് വീട്ടിൽ പോ, എന്നിട്ട് നീ ഇത് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊക്കെ വേണോ? വേണം. ചെല്ലപ്പോ നീ ഇത് ട്രൈ ചെയ്യപ്പോ. ആഹാ, നീ ആള് കൊള്ളാലോ. നീ എന്റെ പ്ലേസിൽ നിന്ന് ഫുഡ് കഴിക്കാറായോ? എഴുന്നേക്കടി അവിടെന്ന്. നീ നിനക്ക് ഇരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇനി മുതൽ നീ അവിടെ ഇരുന്ന് കഴിക്കോ. ഇനി മേലെ നീ എന്റെ സ്ഥലത്ത് നിന്ന് കഴിച്ചു പോലും, മനസ്സിലായോ? നിനക്ക് ഇരിക്കാൻ സ്ഥലം തന്നിട്ടുണ്ട്, അവിടെ പോയി ഇരുന്നോളാം. അല്ലാതെ നാളെ തൊട്ട് ഇവിടെ വന്നിരിക്കുമെങ്കിൽ നീ വിവരം അറിയും. ഹലോ ദിവ്യ. ഹലോ. എടാ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. എനിക്കാണെങ്കിൽ ഇപ്പോൾ വന്ന് ഒട്ടും സമാധാനമില്ല. അവളെ കാരണം ജീവിക്കാൻ വയ്യ. അവളാണെങ്കിൽ വന്നിപ്പോൾ എൻ്റെ സ്ഥാനം വരെ കയ്യേറി തുടങ്ങി. എനിക്കിതൊക്കെ ആലോചിച്ചിട്ട് തലയ്ക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നു. ഒട്ടും സമാധാനമില്ല. നീ വിഷമിക്കാതെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ അന്ന് സാധനമില്ലേ, നീ അത് ട്രൈ ചെയ്തോ? ഇല്ല. ഒന്ന് ട്രൈ ചെയ്തത്, എന്നിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. ശരി, ഞാൻ നോക്കാടാ. ഈ പെണ്ണി മുറി മൊത്തം അലങ്കോലാക്കി ഇട്ടേക്കുവാ. ഇതെന്താ ഇത്? ഗീതു, എന്താ അമ്മേ? അയ്യോ അമ്മ, നിനക്ക് ഇതെന്നോട് എങ്ങനെ ചെയ്യാൻ തോന്നി? അതമ്മേ, നീ കുടുംബത്തെ പറ്റി ആലോചിച്ചോ ഗീതു? പറയുന്നത് കേക്കമ്മേ. എനിക്ക് നീ ഇങ്ങനെ ഒരു മോളില്ല. നീ എന്താ കാണിക്കുന്നേ? മാറ്. അളിയ, ആകെ മൊത്തം പ്രശ്നം അളിയ. വീട്ടിൽ തൂക്കി സാധനം ഉപയോഗിച്ചത്. അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു. അമ്മ തല്ലി എന്നെ. അയ്യോ, എന്നിട്ട് എന്തായി? അവളെ ഉള്ളിടത്തോളം കാലം ആരും എന്നെ സ്നേഹിക്കത്തില്ല. അവളെ കാരണം ഇതെല്ലാം. എല്ലാവർക്കും അവിടുത്തെ ഒരു എക്സ്ട്രാ കെയർ കൂടുതലാണ്. വീണ്ടും ആ കുരിപ്പ് തന്നെയാണല്ലേ പ്രശ്നം. ഇനി ആ കുരിപ്പ് ലോകത്ത് ജീവിച്ചിരുന്നെന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു 5 പൈസയുടെ പ്രയോജനം ഉണ്ടാകുമെന്നില്ല. അവളെ അങ്ങ് തട്ടിക്കളഞ്ഞേക്കാം. എന്നും അവൾ നിനക്കൊരു ഒഴിയാ ബാധയായിരിക്കും. അവൾ ഉള്ളിടത്തോളം കാലം നിനക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല വീട്ടിൽ നിന്ന്. ആ നാശത്തിനെ കൊല്ലണമെന്നൊക്കെ എനിക്കുണ്ട്, പക്ഷെ ധൈര്യമില്ല. എന്ത് ചെയ്യാൻ ഞാൻ അതിന്? നീ ഇത് ഉപയോഗിക്ക്. തന്ന സംഭവം കയ്യിലില്ലേ, അതങ്ങ് കയറ്റിയിട്ട് ഇതിച്ചിരി കലക്കാൻ കൊടുത്താൽ മതി. അതോടെ നിന്റെ കാര്യം സേഫ്. നിന്നെ പിന്നെ എല്ലാവർക്കും ഭയങ്കര കാര്യമായിരിക്കും. പക്ഷെ ഇത് വർക്കൗട്ട് ആവും. വർക്കൗട്ടൊക്കെ ആവോടി, നീ ട്രൈ ചെയ്ത് നോക്ക്. എങ്ങാനും തട്ടിപ്പോയാലും ഞാൻ കുടുങ്ങളിയാ. ഏയ്, നീ കുടുങ്ങാനൊന്നും പോകുന്നില്ല. ഉറപ്പാണല്ലേ? ഉറപ്പ്, 100%. എന്നാ ശരി, നീ നോക്ക്. അപ്പൊ ഇനി റിസൾട്ട് കാണാം. പറയണേ. ശരി, ഓക്കെ. നമ്മുടെ മോള് നമ്മുടെ കൈവിട്ട് പോയി. അവളോട് പോയി, അവളോടൊക്കെ തന്നെ കാണത്തില്ലേ? ഇത് നോക്ക്. അയ്യോ, ഇത് നമ്മൾ എന്ത് ചെയ്യും? അമ്മ കൂടുതൽ വിഷമിക്കാനും പ്രശ്നം ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. എൻ്റെ പരിചയത്തിലൊരു ഡോക്ടറുണ്ട്, നമുക്ക് അവരെ പോയി കാണാം. എന്നിട്ട് നമുക്ക് ഫർദറായിട്ട് എന്തുവാന്ന് വെച്ചാൽ ചെയ്യാം. അവളിപ്പോഴും ചെറിയ പ്രായമല്ലേ.
ആ ഡോക്ടർ വന്നോ? എന്തേ ആളെന്തേ? അവള് റൂമിൽ കിടക്കുക, ഉറക്കവാ. ഇതിപ്പോൾ അവൾ ഉപയോഗിക്കുന്ന മരുന്ന് ഇച്ചിരി ഡോസേജ് കൂടിയതാണ്. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടറെ? നിങ്ങളിപ്പോൾ എടുത്തു ചാടി ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ട് ചേർത്താലും അവൾ റിക്കവർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എന്ന് വെച്ചാൽ അവൾക്ക് ഇച്ചിരി സ്നേഹവും വാത്സല്യമൊക്കെ കൊടുത്ത് നമ്മുടെ കൂടെ നിർത്തുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമുക്ക് അവളെ പതിയെ റിക്കവർ ആവാൻ ശ്രമിക്കാം. ഓ നാശം. ഇവക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. അവർ പറഞ്ഞ ശരി തന്നെ, അത് ഐസ്ക്രീമിൽ ഒഴിച്ച് കൊടുക്കാം. ചിന്നുമോളെ ഇങ്ങ് വാ. ഐസ്ക്രീം ഇഷ്ടാണോ? വിശക്കണോ? നമുക്ക് ഐസ്ക്രീം കഴിച്ചാലോ? പോയി ചേച്ചിയുടെ കൂടെ വാ. ബാ നമുക്ക് ഐസ്ക്രീം കുടിക്കാം. ചേച്ചി ചിന്നുമോക്കായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കി. ആ എന്നാ ഐസ്ക്രീം കുടിക്ക്, മുഴുവൻ കുടിക്ക്. കുടിക്ക്. ആ പതുക്കെ. ആ കുടിക്ക് കുടിക്ക്, അങ്ങനെ തന്നെ. നല്ല കുട്ടി. കുടിക്ക്, കുറച്ചുകൂടെ കുടിക്ക്. ചേച്ചി സ്നേഹത്തോടെ തരണല്ലേ. കുറച്ച് കുടിക്ക്. കുടിക്കടി 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 മുഴുവൻ കുടിക്കടി. തുറക്കടി വാ. കുടിക്കടി, തുറക്കടി വാ. നിന്നെ കാരണം എനിക്കിവിടെ ജീവിക്കാൻ വയ്യ. തുറക്കടി വാ. ഇന്നത്തോടെ നിന്റെ ശല്യം തീർന്നു. തുറക്കടി വാ. കുടിക്കടി. തുറക്കടി വാ. തുറക്കടി. കുടിക്കടി. കുടിക്കടി വാ. മിണ്ടാതിരിക്കടി. മിണ്ടരുത്, മിണ്ടരുത്, മിണ്ടരുത്. അയ്യോ ഗീതു, നീ എന്താ ചെയ്യുന്നേ? മാറങ്ങോട്ട്. ചിന്നു, മോളെ ചിന്നു. അയ്യോ ചേട്ടാ, നാട്ടുകാർ ഓടി വരണേ. അയ്യോ അയ്യോ ചേച്ചി, എന്ത് പറ്റി? എന്ത് പറ്റി? ഇവിടെ എന്തോ ഒരു ബഹളം. അയ്യോ ചിന്നു, ചിന്നുന് എന്ത് പറ്റി? ഞാൻ പോലീസിനെ വിളിക്കാം. മോളെ ചിന്നു, ചിന്നു എന്തു പറ്റി നിനക്ക്? ചിന്നു, ചിന്നു, ചിന്നു എന്തു പറ്റി? നമ്മളൊക്കെ എന്തു പറ്റി? എന്തുകൊണ്ട് നമ്മൾ മോള് ചെയ്തേ? അയ്യോ എന്റെ മോള്. അമ്മേ, അമ്മേ എഴുന്നേക്കമ്മേ. എന്താ പറ്റി അമ്മേ? എല്ലാരും ഒന്ന് മാറിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങളാണ് ഇതിനെല്ലാം കാരണം. ഞങ്ങൾക്കറിയാം നിങ്ങൾ ഇവിടെ ഫുള്ള് കുടിച്ചു നടക്കുന്ന കാര്യമൊക്കെ. ഒരു പക്ഷേ നിങ്ങൾ മര്യാദയ്ക്ക് ജീവിച്ചെങ്കിൽ നിങ്ങളുടെ മോളും നന്നായിട്ട് ജീവിച്ചേനെ. പക്ഷേ നിയമപ്രകാരം ഞങ്ങൾക്ക് നിങ്ങളുടെ മോളെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുപോവുകയാണ്. നിങ്ങളെല്ലാത്തിനും കാരണം. അതെ, ഞാൻ തന്നെ എല്ലാത്തിനും കാരണം. ഒരു പക്ഷേ ഞാനൊരു കുടിയനല്ലായിരുന്നെങ്കിൽ എൻ്റെ 2 മക്കളെ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. എല്ലാത്തിനും കാരണം എൻ്റെ ഈ നശിച്ച കുടിയ. ദേ, ഈ ഒരൊറ്റ സാധനം കൊണ്ടാണ് എൻ്റെ കുടുംബം ഇത്രയും നശിച്ചത്.